ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ ഷോട്ടിലാണ്. ഓക്കെ ബൈ. എന്തായി നമ്മുടെ ഒറ്റ തിയേറ്റർ റിലീസിങ്? എന്താവാൻ, അവൻ്റെ കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ കൂവാൻ ഞാൻ നമ്മുടെ 5-6 പിള്ളേരെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കാശും വാങ്ങി അവന്മാർ കൈയടിച്ചു പോരാതിരുന്നാ മതി. വെട്ടേറ്റ് വീണവൻ നിങ്ങൾക്കെന്ന പോലെ എനിക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഈ നാടിന് അവനെ വേണമായിരുന്നു. നാളെക്കുറിച്ച് അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അവൻ്റെ കുരുതിക്ക് ഞാനും നിമിത്തമായല്ലോ. ഗോപി ഗോപി എന്താ കേറില്ലേ? ഇല്ലെന്നേ, ആരെയും കുട്ടികളെ കേട്ടിട്ടുണ്ട്. ഒരു ടെൻഷൻ. അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ കേറുള്ളൂ. ഇന്ന് പച്ചക്കാണല്ലോ. ടെൻഷൻ മാറ്റാൻ വേണ്ടി 2 അടിക്കായിരുന്നില്ല. ഏയ് തൊട്ടിട്ടില്ല. അറിയോ, ദേവിയുടെ അമ്പലത്തില് ഒരു കോട്ടിന് കാശിട്ടുണ്ടേ. നീ പടം ഓക്കെയല്ലേ? അറിയില്ല, ഞാനും കൂടി ചെല്ലട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? വിചാരണകൾക്കും ഏറ്റുപറച്ചിലുകൾക്കും ഒടുവിൽ ഞാൻ പെരുങ്കൊല്ലൻ കൊല്ലക്കുടിലും പണിയായുധങ്ങളും വിട്ട് യാത്രയാവുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ചോര വീഴുന്ന രാത്രികൾ ഇനി വേണ്ട. കാരുണ്യത്തിന്റെ പുതിയ പ്രഭാതങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്താ ഉണ്ണിയേട്ടാ ഇനിയും ടെൻഷൻ? ഈ ആൾക്കാരെ നോക്കണ്ട, ഇതധികം നമ്മുടെ ആൾക്കാരാ. അടുത്ത ഷോയ്ക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഭീകരാഭിപ്രായ. മിനിമം 100 ദിവസം എല്ലാരും പറയുന്നേ. അല്ലടാ, എന്നാലും ഉണ്ണിയേട്ട മണി 2:30 3 മണി ആവട്ടെ, ജനപ്രളയമായിരിക്കും, ജനപ്രളയം. വിഷമിക്കല്ലേ ഉണ്ണിയേട്ടാ. ഉണ്ണി ആരെയും കാണില്ലല്ല. ജനം ഏറ്റെടുത്തു കഴിഞ്ഞാല് ഓരോ ഷോയ്ക്ക് ആൾ കൂടി വരണം. ഇതിപ്പോ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ തോക്കുക മഞ്ജു. ഉണ്ണിയേട്ടാ, അതെ, മണി 3:30 പടണ്ടെന്ന്. ഇന്ന് പടയില്ല. എടാ പടൂലാന്ന്. എന്ത് പരിപാടി? ഷോ നടക്കണം, അതൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. വിശ്വനോട് പടം തുറക്കാൻ പറയും.
കലക്കി ഐ, ആ, ആ. ടീച്ചറേ, സൂപ്പർ ഓക്കെ ആണ്. ഇതൊന്നും അല്ല ഓൾ കേരള വരുന്നു. ഒറ്റപ്പാല ഉണ്ണി. പ്രതിഭ അത് ചാരത്തിൽ മൂടിയ മാണിക്യം പോലെയാണ്. കാറ്റൂതി പറന്നിട്ടാവാം, മഴ വന്ന് കുതിർന്നിട്ടാവാം, ഒരു നാൾ പൂർവാധികം ശോഭയോടെ തിളങ്ങി വരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒറ്റപ്പാലം ഉണ്ണി. ഈ ആഘോഷവേളയിൽ തന്റെ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സിനിമ എല്ലാവരും ആലങ്കാരികമായിട്ട് പറയും അതെല്ലാവരുടെയാണെന്ന്. പക്ഷെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രേക്ഷകർ, ഈ സിനിമയ്ക്ക് ഒരു ദിവസമാണ് ആയുസ് കണക്കാക്കിയിരുന്നത്. അന്ന് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളോ ഈ സിനിമയോ ഉണ്ടാകുമായിരുന്നില്ല. 1നെ 100 ആക്കിയ നിങ്ങൾക്കൊരായിരം നന്ദി.